അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദി റൊമാൻറ്റിക് ലിറ്ററേച്ചർ അഥവാ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. ഫ്രം 1798 to 1830. Romantic has came to mean basically two things. എന്താ റൊമാൻറ്റിസിസം അഥവാ റൊമാൻറ്റിക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചറോ ഒന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ ഈ റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മീനിങ് ആക്ച്വൽ മീനിങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലാണ് റൊമാൻറ്റിക് എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദി ലവിങ് ഓർ പൊട്ടൻഷ്യലി ലവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ആക്ച്വലി നമ്മളൊക്കെ കേൾക്കുന്ന നമ്മുടെ നാച്ചുറൽ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന റൊമാൻസും റൊമാൻറ്റിക്കും ഒക്കെ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചറാണ്. ദ ലിവിങ് ഓർ പൊട്ടൻഷ്യലി ലിവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ഈ ഒരു ടേമിനോ അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിന് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യവുമായിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ലവ് റിലേറ്റഡ് തീംസ് വരുന്ന വർക്ക്സ് ആണ് എന്ന് മാത്രം എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ, എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദി വേൾഡ് that looks beyond or ignores the world as it is a perceives a visionary world. Just 1 minute. അതായത് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദി വേൾഡ് ദാറ്റ് ലുക്സ് ബിയോണ്ട്, നമ്മൾ നേരെ കാണുന്നതിലും കൂടുതൽ, ഓർ ഇഗ്നോർസ്, നമ്മൾ എപ്പോഴും അവഗണിച്ച് കളയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദി വേൾഡ് ആസ് ഇറ്റ് ഈസ് ആൻഡ് പെർസീവ്സ് എ വിഷണറി വേൾഡ്. അതാണ് യഥാർത്ഥത്തിൽ റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്നതിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൊമാൻറ്റിസിസം, ദി റൊമാൻറ്റിക് മൂവ്മെന്റ്, a literary movement and profound shift in sensibility which took place in Britain and throughout Europe from 1770 to 1848. Intellectually, it marked a violent reaction to the Enlightenment. It was a reaction to the Enlightenment. അതായത് നമ്മൾ റൊമാൻറ്റിസിസം പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ച പീരീഡ് ഉണ്ടല്ലോ, എൻലൈറ്റ്മെന്റ് പീരീഡ്, അതിന് എതിരെ വളർന്നു വന്ന ഒന്നായിട്ടാണ് നമ്മൾ റൊമാൻറ്റിസിസത്തിനെ കണക്കാക്കുന്നത്. മറ്റൊന്ന്, പൊളിറ്റിക്കലി ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദ റെവല്യൂഷൻസ് ഇൻ അമേരിക്ക ആൻഡ് ഫ്രാൻസ്. ഫ്രഞ്ച് റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും, അമേരിക്കൻ റെവല്യൂഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ. ആൻഡ് popular wars of independence in Poland, Spain, Greece and elsewhere. അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കലി റൊമാൻറ്റിക് ഏജ് ഇംഗ്ലണ്ടിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും വളർന്നു വരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. Then emotionally it expressed an extreme assertion of the self and the value of individual experience. അപ്പോൾ നമ്മൾ എൻലൈറ്റ്മെന്റ് പീരീഡ് പറഞ്ഞ എൻലൈറ്റ്മെന്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ കൂടുതലും സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ കണ്ടന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. പകരം ഇവിടെ നമ്മൾ റൊമാൻറ്റിസിസം പഠിക്കുന്ന സമയത്ത് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസിനാണ്. It expressed an extreme assertion of the self and the value of individual experience, the egotistical sublime, together with the sense of the infinite and transcendental. Socially, it championed progressive causes, though when these were frustrated and produced a bitter, gloomy and despairing outlook. The Romantic Age began in 1798.
when William Wordsworth and Samuel Taylor published Lyrical Ballads, and ended in 1832 when Walter Scott died. റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേർഡ്സ്വർത്തിൻ്റെയും സാമുവൽ ടൈലറിൻ്റെയും ലിറിക്കൽ ബലാഡ്സ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയും അത് എൻഡ് ചെയ്യുന്നത് വാൾട്ടർ സ്കോട്ട് 1832 മരിക്കുന്നതോടുകൂടിയുമാണ്. When we define Romanticism, it's a literature depicting emotional matter in an imaginative form. It is a liberalism in literature, and then imagination, emotion, and freedom are certainly the local points of Romanticism. Romanticism stresses on self-expression and individual uniqueness. Romanticism saw a shift from classical age. Then, here some specialities of classical age and also romantic age. In classical age, they gave faith in reason. Here in romantic age, they gave faith in the senses, feelings, and imagination. In classical age, there is interest in urban society, and in romantic age, they gave much interest in the rural and natural society or people. When classical writings were public, largely related to public, impersonal poetry, here in romantic age, that is subjective poetry, or gave much importance to self or individual persons. In classical age, where concerns with the scientific and mundane, here interest in the mysterious and infinite. Romanticism includes subjectivity and emphasis on individualism, spontaneity, freedom from rules, devotion is superior to beauty, solitary life, imagination is superior to reason, love of and worship of nature, fascination with the past, especially the myths and mysticism of the Middle Ages. Romanticism is characterized by 5 I's. 5 I. First I stands for imagination. Second, idealism. Third, intuition. Fourth, inspiration. And fifth, individuality. All these together forms the Romanticism. Imagination, idealism, intuition, inspiration, and individuality. Characteristics of the Romantic era. Common man and childhood over urban sophistication. Romantics believed in the natural goodness of humans, which is hindered by the urban life of civilization. They believed that the savage is noble, childhood is good, and emotions inspired by both beliefs causes the hurt to soar. Emotions over reason. Romantics believed that knowledge is gained through intuition rather than deduction. This is best summoned by Wordsworth, who stated that all good poetry is the spontaneous overflow of powerful feelings. Nature over artificial. Romantics trust the awe of nature in art and language and the experience of sublimity through a connection with nature. Romantics rejected the ideas of the Industrial Revolution. The individual over society. Romantics often elevated the achievements of the misunderstood, heroic individual outcast.
Then the imagination over logic. Romantics legitimized the individual imagination over logic. Okay. Then common features of romantic poetry. The romantic cultivated imaginative freedom, used a variety of poetic forms, tended to express the feelings of man in solitude as opposed to those of man in society. All the poets, except Blake, described the natural environment. They intended to use language with more freedom and informality than the 18th century poets. They tended to use language. They were profoundly affected by the great historical fact of the French Revolution. The Romantic poets were deeply interested both in life and art. The most interesting poems were about writing poetry. Romantic themes: love, nature, and history. Nature, ലവ് ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ആ ടേമിൽ നിന്ന് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു തീം ലവ്. ഓക്കെ. നേച്ചർ, ലവ് ആൻഡ് ഹിസ്റ്ററി. ലിറ്റററി ഫോംസ്: ലിറിക്, ബലാഡ്, സോണറ്റ്, ഹിസ്റ്റോറിക്കൽ നോവൽ. അതായത് പ്രധാനപ്പെട്ട റൊമാൻറ്റിക് ലിറ്റററി ഫോംസ്: ലിറിക്, ബലാഡ്, സോണറ്റ്, historical novel. Romantic attitudes: sensibility, melancholy, individualism, rebelliousness. The first generation of romantic poets: William Blake 1757 to 1827, William Wordsworth 1770 to 1850, Coleridge 1772 to 1834. William Blake, born 1757, died in 1827. Occupation: poet, painter, printmaker. Genres: visionary poetry. Literary movement: Romanticism. Notable work: Songs of Innocence and of Experience, The Marriage of Heaven and Hell, The Four Swords. William Wordsworth. He was a major English romantic poet who, with Samuel Taylor Coleridge, helped to launch the Romantic age in English literature with the 1798 joint publication Lyrical Ballads. Wordsworth's magnum opus is generally considered to be the Prelude, a semi-autobiographical poem of his early years. Wordsworth was England's poet laureate from 1843 until his death in 1850. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാഗ്നം ഒപ്പസ് എന്ന് പറയപ്പെടുന്ന വർക്ക് ദി പ്രില്യൂഡ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഏജിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹവും സാമുവൽ ടൈലറും കൂടി എഴുതിയിട്ടുള്ള ലിറിക്കൽ ബലാഡ്സ് എന്ന ബുക്കാണ് നമ്മൾ മുമ്പേ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ സാമുവൽ ടൈലർ കോളറിഡ്ജ്. He was also a poet, critic and philosopher, and his literary movement was Romanticism. Here the second generation of romantic poets. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം.